ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഭക്തജനങ്ങളുടെ എണ്ണം ലക്ഷത്തോടടുക്കുകയാണ്. ഇന്നു മുതൽ കാനനപാത വഴിയുള്ള പാസ് പൂർണ്ണമായും ഒഴിവാക്കും. തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, പുതുവത്സര ആശംസകൾ. സ്വാമി ശരണം. അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് പുതുവർഷ ദിനത്തിൽ അയ്യനെ കണ്ടു തൊഴാൻ ധാരാളം ഭക്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണരാജിനും രോഹിണിക്കും എൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. സ്വാമി ശരണം. ശബരിമലയിൽ എന്തായാലും വലിയ ഭക്തജന തിരക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. മകരവിളക്കിനോടനുബന്ധിച്ച് ഓരോ ദിവസവും ലക്ഷത്തോടടുത്താണ് ഇപ്പോൾ അയ്യപ്പ ഭക്തരുടെ കാര്യത്തിലേക്കുള്ള എണ്ണ വർധനവിലേക്ക് എത്തുന്നത്. ഇന്നലെ ഏകദേശം 97,000 അടുക്കുകയാണ്. ഒരു 3000 കൂടി കടന്നിരുന്നുവെങ്കിൽ അത് 1 ലക്ഷത്തിലേക്ക് പോകും. കഴിഞ്ഞ മണ്ഡലകാലത്ത് ഒരു ദിവസമാണ് 1,05,000 ഭക്തജനങ്ങൾ എത്തിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ, അതായത് മകരവിളക്കിനോടനുബന്ധിച്ച് വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ലക്ഷത്തോട് അടുക്കുന്ന അയ്യപ്പ ഭക്തർ എന്തായാലും സന്നിധിയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെയാണ് കാനനപാത വഴിയുള്ള അയ്യപ്പ ഭക്തരുടെ പാസ് പൂർണ്ണമായും ഒഴിവാക്കാൻ ഇന്നലെ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുകയാണ്. കാരണം 5000 പേർക്കാണ് ഹൈക്കോടതി കാനനപാത വഴി, അതായത് എരുമേലിയിൽ നിന്നുള്ള പരമ്പരാഗത കാനനപാത വഴി വരാനുള്ള അനുമതി നൽകിയിരുന്നത്. പക്ഷേ അത് ഓരോ ദിവസവും 10,000-ഉം 15,000-ഉം 17,000-ഉം കഴിഞ്ഞ ദിവസം അത് 22,000-ത്തിലേക്കും എത്തിയ സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത്. കാരണം കാനനപാത വഴി വരുന്ന അയ്യപ്പ ഭക്തർ ഡയറക്റ്റായിട്ട് 18-ാം പടിയുടെ താഴേക്ക് എത്തുമെന്നുള്ള രീതിയിലാണ് പാസ് വിതരണം ചെയ്യുന്നത് ഫോറസ്റ്റ് വിഭാഗം. അപ്പോൾ വനംവകുപ്പ് നൽകുന്ന ആ പാസുമായി എത്തുന്ന അയ്യപ്പന്മാരൊക്കെ തന്നെ ഇവിടെ എത്തുന്ന സമയത്ത് വലിയ തർക്കങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം കൂടി മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡ് നിർബന്ധിതമായിരിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലേക്ക് പോകുന്നു. ലക്ഷത്തോടടുത്തുള്ള അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലേക്കും കടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സന്നിധാനത്തിൻ്റെ പരിസരം നോക്കിയാൽ ഇന്ന് വരെ ഈ മണ്ഡലകാലത്തിൻ്റെ തുടക്കം മുതൽ ഒരു ദിവസം പോലും നമുക്ക് ഇവിടെ നിന്നും ഫ്ലൈ ഓവറിൻ്റെ ഇങ്ങേയറ്റം, അതായത് 18-ാം പടി കയറി മുകളിലെത്തി കൊടിമര ചുവട്ടിൽ നിന്നും ഇടത്തേക്ക് ആദ്യം തിരിഞ്ഞ് ഫ്ലൈ ഓവർ ആരംഭിക്കുന്നതിൻ്റെ അവിടെ ഇന്നേ വരെ ഫ്ലൈ ഓവറിൻ്റെ അടുത്തേക്ക് വരെ ഇതുപോലെ തിരക്കെത്തുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ആ തിരക്ക് ഇന്ന് വൈകുന്നേരത്തെ കണക്ക് എത്തുന്ന സമയത്ത് അത് ലക്ഷത്തിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഫ്ലൈ ഓവർ കറങ്ങി ശ്രീകോവിലിൻ്റെ പുറകിലൂടെ അമ്പലത്തിൻ്റെ മുമ്പിലേക്ക് എത്തിയാൽ അവിടെ പൂർണ്ണമായും അയ്യപ്പ ഭക്തന്മാർ കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് തുടങ്ങിയാൽ ഏറ്റവും അങ്ങ് അകലെ ഫ്ലൈ ഓവർ, അതായത് ശ്രീകോവിലിന് പുറകിലായി ഫ്ലൈ ഓവർ അതായത് ശ്രീകോവിലിന് പുറകിൽ ഞാൻ നേരത്തെ കാണിച്ച ഫ്ലൈ ഓവർ ആരംഭിച്ച് കറങ്ങി വരുന്ന ആ സ്ഥലത്ത് ഇന്നേ വരെ ഈ മണ്ഡലകാലത്തിൽ ഇതുവരെ ഇങ്ങനെ അയ്യപ്പ ഭക്തർ കാത്തു നിൽക്കുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ആ ദൃശ്യം ഇതാ സാക്ഷ്യം വഹിക്കുകയാണ്. ആ അയ്യപ്പ ഭക്തന്മാർ കറങ്ങി ഏറ്റവും അവസാനം ആ ശ്രീകോവിലിന് അരികിലേക്ക് എത്തുമ്പോഴും അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനവുണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലത്തെ കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ പമ്പ വഴി മാത്രം എത്തിയിരിക്കുന്നത് ഏകദേശം 92,600 അയ്യപ്പ ഭക്തന്മാർ പമ്പ വഴി മാത്രം വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3000-നും 3500-നും ഇടയിലുള്ള അയ്യപ്പ ഭക്തർ എന്തായാലും പുൽമേട് വഴി എത്തുന്നുണ്ടാകും. അതുപോലെ സത്രം വഴി എത്തുന്ന അയ്യപ്പ ഭക്തരുണ്ടാകും, കാനനപാത വഴി എത്തുന്ന അയ്യപ്പ ഭക്തരുണ്ടാകും. അങ്ങനെ എല്ലാ അയ്യപ്പ ഭക്തരെയും കൂടി കൂട്ടുന്ന സമയത്ത് എന്തായാലും 1 ലക്ഷത്തോട് അടുപ്പിച്ചുള്ള അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും ഉണ്ടാകില്ല. ഇന്നലത്തെ കണക്ക് പൂർണ്ണമായും രാവിലെ പുറത്തു വരുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇങ്ങനെ കറങ്ങി ശ്രീകോവിലിൻ്റെ അരികിലേക്ക് ഭക്തർ കാത്തു നിന്നെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടികളും മുതിർന്ന ആൾക്കാരും അതുപോലെ തന്നെ മാളികപ്പുറങ്ങളും എല്ലാവരും ഒരുപോലെ അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി ഭഗവാനെ പുതുവർഷത്തിൽ കണ്ട് പുത്തൻ പ്രതീക്ഷകൾ ഭഗവാനുമായി പങ്കുവെക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ആ കാത്തിരിപ്പിൻ്റെ ഏറ്റവും അറ്റത്തേക്കുള്ള നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം മകരവിളക്കിനോടനുബന്ധിച്ച് ഭക്തിനിർഭരമായ ശരണമന്ത്ര മുഖരിതമായിട്ടുള്ള നിമിഷങ്ങളായി മാറുകയാണ്. ജനുവരി 14-നാണ് ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ വിരാമമിട്ടുകൊണ്ടുള്ള മകരസംക്രാന്തി പൂജയും മകരവിളക്കും ഉണ്ടാകുന്നത്. ആ പുൽമേട്ടിൽ തെളിയുന്ന, ആ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ മകരജ്യോതി കണ്ടുതൊഴുക എന്ന അയ്യപ്പ ഭക്തൻ്റെ ആത്മനിർവൃതിക്കുള്ള നിമിഷങ്ങൾ കൂടിയാണ്. 12-ാം തീയതിയാണ് പന്തളത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങൾ സഞ്ചരിച്ച് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 14-ന് ഉച്ചയ്ക്ക് പമ്പയിലെത്തുന്ന
തിരുവാഭരണം വൈകുന്നേരത്തോടു കൂടി തന്നെ അത് സന്നിധിയിലേക്ക് എത്തും, ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തും. 6:30 സന്ധ്യാദീപാരാധനയിലാണ് ജനുവരി 14 ആദ്യ മകരസംക്രാന്തി പൂജയിൽ അത് തിരുവാഭരണം അയ്യപ്പസ്വാമിക്ക് ചാർത്തി, പൊന്നുഭഗവാന് ചാർത്തി ആ ദീപാരാധന ഉണ്ടാവുക. ആ ദീപാരാധന സമയത്താണ് അങ്ങകലെ ഒരു മിന്നായം പോലെ മനുഷ്യന് കണ്ണുകൾക്ക് പോലും സാക്ഷ്യം വഹിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ആ ദിവ്യജ്യോതി തെളിയുകയുണ്ടാവുക. ആത്മസന്തോഷത്തോടെ ആത്മനിർവൃതിയോടെ ഓരോ അയ്യപ്പ ഭക്തനും ഒരു വർഷാണ്ടുകാലം മുഴുവൻ കാത്തിരുന്ന ആ മകരജ്യോതി തെളിഞ്ഞ് ഉയർന്നു വരിക. അങ്ങനെ ആ മകരജ്യോതി തൊഴുന്നതിലേക്ക് വേണ്ടി എന്തായാലും ഏകദേശം 3 ലക്ഷത്തിൽ പരം അയ്യപ്പ ഭക്തർ മകരവിളക്കിനോടനുബന്ധിച്ച് 12, 13, 14 ദിവസങ്ങളിലായി ശബരിമല സന്നിധാനത്തേക്ക് എത്തുമെന്ന ഒരു കണക്കുകൂട്ടൽ പോലീസ് അയ്യപ്പന്മാരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനം മകരവിളക്കിനോടനുബന്ധിച്ച് ഭക്തിനിർഭരമായ വലിയ ഭക്തജന തിരക്കിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കൃഷ്ണരാജ്, രോഹിണി. അഖിൽ, ഈ കാനനപാത വഴിയുള്ള പാസ് പൂർണ്ണമായും ഇന്നു മുതൽ നിർത്തലാക്കും അല്ലെങ്കിൽ ഒഴിവാക്കും എന്നാണ്. അതായത് ഇന്ന് കാനനപാത വഴി വരാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരാനാകില്ല എന്നാണോ? നോക്കൂ, കാനനപാത വഴി പോയി അയ്യനെ കണ്ട് വണങ്ങി മടങ്ങി വരാം എന്ന് നേർച്ചയുള്ളവർ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ടോ? അവിടെ എത്തുന്ന ഭക്തർ എന്തു ചെയ്യണമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്? കൃഷ്ണരാജ, അങ്ങനെയല്ല. കാനനപാത വഴി അയ്യപ്പ ഭക്തന്മാർക്ക് വരുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല. കാരണം ഇടയ്ക്ക് ഉണ്ടായ ഒരു അപാകത എന്ന് പറയുന്നത് തന്നെ ശബരിമല സന്നിധാനത്തേക്ക് കാനനപാത വഴി വരുമ്പോൾ അവിടെ നിന്നും വനം വകുപ്പിൻ്റെ ഒരു പാസ് ലഭിക്കുന്നു. ആ പാസ് ലഭിച്ചാൽ ഒരിടത്തും ഒരക്കുഴിയിലോ അതുപോലെ തന്നെ മരക്കൂട്ടത്തോ വലിയ നടപ്പന്തിലോ ഒന്നും തന്നെ ക്യൂ നിൽക്കാതെ 18-ാം പടിയുടെ, അതായത് നാളികേരം ഉടയ്ക്കുന്നതിൻ്റെ ആ വശത്തൂടെയുള്ള ഗേറ്റ് വഴി 18-ാം പടിയുടെ അരികിലേക്ക് ഡയറക്റ്റായിട്ട് എത്താൻ സാധിക്കുന്നു എന്ന പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ രീതിയിൽ തന്നെ വനംവകുപ്പിൻ്റെ പാസുകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വലിയ പാസുകൾ അങ്ങനെ വ്യാപകമായി പോകുന്ന സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. കാരണം പുൽമേട് വഴി വരുന്ന അയ്യപ്പ ഭക്തർ പുൽമേട് വഴി 108 പടി താണ്ടി 18-ാം പടിയുടെ അരികിലേക്ക് എത്തുന്നു. പമ്പ വഴി കടന്നു വരുന്ന ആൾക്കാർ വലിയ നടപ്പന്തൽ വഴി മണിക്കൂറുകളോളം ക്യൂ നിന്ന് 18-ാം പടിയിലേക്ക് എത്തുന്നു. അപ്പോൾ കാനനപാത വഴി വരുന്നവരും ഡയറക്റ്റായിട്ട് 18-ാം പടിയുടെ അരികിലേക്ക് എത്തി ഞങ്ങൾക്ക് പാസ് ഉണ്ട് എന്നുള്ള തരത്തിലേക്ക് അയ്യപ്പ ഭക്തർ ഒരു ബഹളത്തിലേക്ക് പോകുമ്പോൾ അത് നിയന്ത്രിക്കാൻ, തിരക്ക് നിയന്ത്രിക്കാൻ ക്രമാതീതമായി അയ്യപ്പ ഭക്തരെയൊക്കെ തന്നെ 18-ാം പടി കയറ്റി വിടാൻ പോലീസ് അയ്യപ്പന്മാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അല്ലാതെ കാനനപാത വഴി വരുന്നതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. കാനനപാത വഴി വരാൻ സാധിക്കും. അത് കോടതി നിർദ്ദേശിച്ച 5000 പേർക്കായിരിക്കും അത്തരത്തിലൊരു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരാൾക്കും കാനനപാത വഴി വരുന്നതിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. എത്ര പേർക്ക് വന്നാലും കാനനപാത വഴി വരാൻ സാധിക്കും. പക്ഷേ വനം വകുപ്പിൻ്റെ പാസ് ഇന്ന് മുതൽ നൽകില്ല എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും അയ്യപ്പ ഭക്തർക്ക് നേർച്ച വാർത്തയുടെ ആ വരി വായിക്കുമ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ എനിക്കുണ്ടായതുകൊണ്ടാണ് ഞാൻ അഖിലിനോട് ചോദിച്ചത്. പക്ഷേ അഖിലത് കൃത്യമായി വിശദീകരിച്ചു. ആ ആശയക്കുഴപ്പം ഒഴിവാക്കി തന്നിട്ടുണ്ട്. ഏതായാലും ശബരിമല സന്നിധാനത്ത് ശരണമന്ത്ര ധ്വനികളാണ്, ഭക്തിസാന്ദ്രമാണ് അവിടം. ഭക്തജന തിരക്ക്, അതായത് അഖിൽ ആ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. 18-ാം പടി കയറി വന്ന് ഇടത്ത് ഫ്ലൈ ഓവറിലേക്ക് കയറുന്ന ഇടം മുതൽ ക്യൂ ആണ്. അങ്ങനെ ഈ സീസണിൽ ഇതുവരെ കാണാനായിട്ടില്ല എന്നാണ്. ഏകദേശം 1 ലക്ഷത്തോളം ഭക്തർ ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. 92,000-ഓളം പേർ പമ്പ വഴി എത്തിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. ഏതായാലും മണ്ഡലകാലം കഴിഞ്ഞു, മകരവിളക്കിലേക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും തിരക്ക് കൂടും, ഭക്തരുടെ എണ്ണം കൂടും. ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമഠം.